നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എ സി വർക്ക് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, നല്ല സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ട് അതിൻ്റെ മോട്ടറിൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മോട്ടർ അഴിച്ചെടുക്കണം, എന്നിട്ട് മോട്ടർ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എ സി ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ കേസൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് മോട്ടർ അഴിച്ചെടുക്കുക. ബ്ലോവറിൽ നല്ല പൊടിയുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് വേണം സെറ്റാക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടോറ്. ഈ മോട്ടർ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഓർഡർ ചെയ്ത് കിട്ടിയിട്ട് നാളെ കൊണ്ടുവരാം. ഈ മോട്ടർ കറക്കുമ്പോൾ കണ്ടോ ഇവിടെ സൗണ്ട് കേൾക്കുന്നത്. ഇത് മോട്ടറിനകത്ത് സ്പീഡ് കറങ്ങുമ്പോൾ നല്ല സൗണ്ട് കൂടുതലായി കേൾക്കും. നമ്മൾ പിറ്റേ ദിവസം ഇതിൻ്റെ മോട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോട്ടർ നമുക്ക് ഒന്ന് പൊട്ടിച്ച് പുറത്തെടുക്കാം. ഇതാണ് പുതിയ മോട്ടർ. നമുക്കിത് രണ്ടും കൂടിയും വെച്ചിട്ട് ഈ ഷാഫ്റ്റ് കറക്കുമ്പോൾ സൗണ്ട്, രണ്ടിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇത് കണ്ടോ, അത് കറക്കുമ്പോൾ സൗണ്ട് കേൾക്കണേ ഇല്ല. ഇത് കറക്കുമ്പോൾ കണ്ടോ ചെറുതായിട്ട് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ സൗണ്ട് നല്ലതായിട്ട് കേൾക്കും. നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്ത് ഈ ബ്ലോവറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കേസൊക്കെ ഒന്ന് ഇടാം. ഇതിങ്ങനെ ഗ്രീസൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് ഈ ബ്ലോവർ സെറ്റ് ചെയ്താൽ അഴിക്കണ സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് അഴിക്കാൻ കിട്ടും. ബ്ലോവർ അഴിച്ചെടുത്തപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബ്ലോവറിൽ നല്ല പൊടി ഉണ്ടായിരുന്നു.
അതിൻ്റെ അകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കവറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് AC ഓണാക്കാം. ഇന്നലെ പോയപ്പോൾ നമ്മൾ സ്റ്റിക്കർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു AC ഓണാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്വിച്ച് ഓൺ ചെയ്ത് AC സൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് റിമോട്ടിൽ ഓൺ ചെയ്യാം. നമുക്കിതിൻ്റെ ഫിൽറ്ററും കൂടിയും ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം. ഓക്കെ.